ആരെ പേടിച്ചിട്ടാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? അവർക്ക് സകലരുടെയും പേടിയായിരുന്നു. യു ഗോ ത്രൂ മെനി ഓഫ് ദ ബയോഗ്രഫീസ് ഓഫ് ഇന്ദിരാഗാന്ധി. ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം ഒരു സ്ത്രീയുടെ പേടി മനഃശാസ്ത്രപരമായിട്ട് അനലൈസ് ചെയ്ത എഴുത്തുകാരുണ്ട്. അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചു. അവർക്ക് വേണ്ടാത്ത ബന്ധങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിൽ വല്ലാത്ത ഹൃദയവേദന ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫിറോസ് ഖണ്ഡി എന്നാണ് സർനെയിം. ആ ഖണ്ഡിയാണ് ഇവർ സമർത്ഥമായിട്ട് ഗാന്ധി എന്നാക്കി മാറ്റിയത്. ഫിറോസ് ഖണ്ഡി അസാമാന്യ ബുദ്ധിമാനായിരുന്നു കേട്ടോ. നല്ല ഒന്നാം തരം പാർലമെന്റേറിയനായിരുന്നു. അദ്ദേഹം നേരത്തെ മരിച്ചുപോയി. അതിനുശേഷമുള്ള ഇന്ദിരയുടെ ജീവിതം എമ്മത്തായി എഴുതിയിരുന്നു, റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ്. അതിൽ ഷീ എന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്റർ എടുത്തു കളഞ്ഞു ലാസ്റ്റ് മിനിറ്റിൽ. അത് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടാണ് പുനേട്ട നാറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എമ്മത്തായി നെഹ്റുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. മത്തായി അത് എടുത്തു കളഞ്ഞു. എന്നിട്ട് ആ ബുക്കിൽ തന്നെ എഴുതിയിരുന്നു, ഷീ എന്നൊരു ചാപ്റ്റർ ഇതിലുണ്ടായിരുന്നു, ഞാനത് ഇങ്ങനെ മാതിരി എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. ദാറ്റ് ബുക്ക് ഈസ് അവൈലബിൾ PDF ഫയലായിട്ട് ഫ്രീ ഡൗൺലോഡ് ചെയ്യാൻ ഇപ്പോഴും ഇൻ്റർനെറ്റിലുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എന്ന് പറയുമല്ലോ, അത് ഭയങ്കരമായിരുന്നു അവർ. അങ്ങനെയാണ് അവർ സകലമാന മാന്യന്മാരുമായിട്ട് അവർ ഉടക്കിയത്. കാമരാജ്, ലാൽ ബഹദൂർ ശാസ്ത്രി, എത്ര പാവം തങ്കപ്പെട്ട ഗാന്ധിയൻ മനുഷ്യരാണ്. ഇവരെയൊക്കെ ഒതുക്കാനും രാജാജിയെ നെഹ്റു പഠിപ്പിച്ചതാണ്. നെഹ്റുവിൻ്റെ കൂടെ 28 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിൽ. ആരെ എങ്ങനെ ഒതുക്കണം എന്ന് നെഹ്റു നന്നായിട്ട് അവരെ പഠിപ്പിച്ചിരുന്നു. അതവർ ശരിക്കും പയറ്റി രാഷ്ട്രീയ കുതന്ത്രത്തിലാണ്. ആ കുതന്ത്രത്തിൻ്റെ പിന്നിൽ അവരുടെ ഇൻസെക്യൂരിറ്റിയാണ്. അടിമുടി 24 മണിക്കൂറും ഭയന്ന് ജീവിച്ചതാണ് ഇന്ദിരാഗാന്ധി.